ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കും ഇവിടെ സുഖന്യ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോക്കിയും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യട്ടാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നിതാ രാവിലത്തെ ചായൻ്റെ കടി ദോശ എണ്ണിട്ട അരി അരച്ച അപ്പം. ചിലവർ ദോശ എന്ന് പറയും, ഞങ്ങൾ അപ്പം എന്നാണ് പറയട്ടോ. മലപ്പുറം ഭാഷയിൽ ഇവിടെ അപ്പം എന്നാണ് പറയണത്. പിന്നെ ഇതിലേക്ക് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അപ്പം ചുട്ട് പകുതി അതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഞാനൊന്ന് വീഡിയോ എടുക്കണില്ല എന്ന് കരുതിയതാണ്. പിന്നെ എന്തോ വേണ്ട, അല്ലെങ്കിൽ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയാണ്ട് അപ്പം ചുട്ട് പകുതി ആയപ്പോഴാണ് തുടങ്ങിയത്. പിന്നെ കടലക്കറിയും ചായയും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ റെഡി ആയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് തുടങ്ങിയത് തന്നെ. പിന്നെ രാവിലത്തെ ചായൻ്റെ കടി മക്കൾക്ക് ഒരുപോലെ ഇഷ്ടമുള്ളത്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു കടി അപ്പം തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിത് ഒന്നരാടം ഈ അപ്പം തന്നെയാണ് ഉണ്ടാക്കൽ. വേറെ എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ പിന്നെയും എന്തെങ്കിലുമൊക്കെ വേറെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. ആട്ടപ്പൊടി കൊണ്ട് എന്ത് ഉണ്ടാക്കിയാലും, ഗോതമ്പ് പൊടിയാണെങ്കിലും ഒക്കെ എന്തുണ്ടാക്കുകയാണെങ്കിലും റൂബിയാക്ക് വേറൊരു കടി ഉണ്ടാക്കണം. പിന്നെ ഉപ്പുമാവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ റിജൂസിന് വേറൊരു കടിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു കടി തന്നെ. അപ്പോൾ ഞാൻ ഒന്നരാട് തന്നെയാണ് ഉണ്ടാക്കൽ കേട്ടോ. പിന്നെ എന്നും തന്നെ ആയാലും മക്കൾക്ക് തന്നെയാണ്, എന്നും അപ്പം തന്നെയാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇടയിലൊന്ന് മാറ്റി പിടിച്ചതാണ്. അങ്ങനെ അപ്പം ചുടല കഴിഞ്ഞിപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടോ. മക്കളാരും നീച്ചിട്ടില്ല. ഇന്ന് റിപ്പബ്ലിക് ദിനമായതുകൊണ്ട് സ്കൂളും മദ്രസയും ഒന്നും ഇല്ല കേട്ടോ. അതിപ്പോൾ ഞാൻ ചായ കുടിച്ചാണ്ട് ചോറിനുള്ള വെള്ളം വെക്കാണ്. മക്കളൊറ്റൊന്നും നീച്ചിട്ടില്ല കേട്ടോ. നിസ്കരിച്ചാണ്ട് അതേപോലെ കടന്നതാണ്. അപ്പം ഞാൻ ഗ്യാസുമ്മന്നാണ് കേട്ടോ തീ പിടിപ്പിച്ചൽ. തീപ്പെട്ടി വളക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ ഗ്യാസ് ഇങ്ങനെ കത്തിച്ചിട്ട് കുറച്ച് 2 ഓലക്കൊടിന് വെച്ച് കൊടുത്ത് കാണേണ്ടി എളുപ്പം തീയിന് കത്തി പിടിച്ച് കിട്ടും കേട്ടോ. വേനലല്ലേ, ഇതേപോലെ കൊതുമ്പാളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് വെച്ച് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് വേഗണ അരിയാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഈ വറകുമ്പോൾ തന്നെ ആകും കേട്ടോ ചോറും. ഈ 2 ചകിരിയും കൂടി വെച്ചെടുത്താൽ മതി. അങ്ങനെ വെള്ളമൊക്കെ ചൂടായതിന് ശേഷം ഞാൻ അരിയൊക്കെ ഇട്ട് പിന്നെ ചിരങ്ങ നുറുക്കിയാണ്ട് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പാടത്ത് കറങ്ങിക്കാണ്. ഉപ്പേരി വെക്കാനൊന്നും കിട്ടിയിട്ടില്ലെന്ന്. അപ്പം ഞാൻ പാടത്ത് നമുക്ക് ചീര ഉണ്ടോ പോയോ പറഞ്ഞാണ്ട് ചെറുക്കനെയും കൂട്ടിയാണ്ട് ഇറങ്ങിക്കാണ്. അപ്പോൾ ആദ്യം മോനെ പറഞ്ഞ ചിരങ്ങ പറിച്ച വെച്ച് ചിരങ്ങ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചിരങ്ങ പറിച്ചെടുക്കുകയാണ് കേട്ടോ ആദ്യം. അങ്ങനെ ചിരങ്ങൊക്കെ 5-6 കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചീര പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കാണ്. അപ്പോൾ തന്നെയാണ് ചീരയും പറിച്ചുതരാം, ഞങ്ങൾ വീഡിയോ എടുത്തോളി, ഞാൻ ചീരയൊക്കെ പറിച്ചുതരാമെന്ന് പറഞ്ഞിട്ട് ഓൻ തന്നെയാണ് കേട്ടോ പറിക്കണത്. അപ്പോൾ നമ്മളെ പൂളയാണെന്ന്, പൂളേൻ്റെ അടിയിലാണല്ലോ ചീരയും വെണ്ടയ്ക്കൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ പൂള വലിയതായപ്പോഴേ അതൊന്നും കാണാതെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് വെണ്ടയ്ക്ക ഉണ്ടുമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെണ്ടക്ക പറിക്കാൻ നിൽക്കാൻ ടൈമില്ല, ഞാൻ അരി ഇട്ടാണ് പോയതല്ലേ, വേഗം വേവണ അരിയല്ലേ. അപ്പോൾ നമുക്ക് ചോറ് വേവേറും, പറിക്കാൻ നമുക്ക് ഇനി പിന്നെ വരച്ചിപ്പോൾ ചീര കുറച്ച് പറിച്ചുകൊണ്ട് പോരാന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് ചീരയൊക്കെ പറിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. എവിടെ എത്തിയത് ചോറ് നോക്കിയപ്പോൾ തന്നെ ചോറും വന്നിട്ടുണ്ട്.
കുറച്ച് ടൈം വൈകിക്കാണെങ്കിൽ ചക്കരയും തേങ്ങ ഇട്ടാൽ മതിയാവും പായസമാകാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്പോൾ പോകുന്നതുകൊണ്ട് നേരത്തെ പോകുന്നതുകൊണ്ട് പാകത്തെ വേവിന് ഞങ്ങൾക്ക് ഊറ്റാനായിട്ടുണ്ട്. അങ്ങനെ ഉപ്പേരിക്കും കറിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് കണ്ടാൽ വേഗം പാടത്ത് കണ്ട് ഇറങ്ങിപ്പോലാണ് കേട്ടോ. വെണ്ടയ്ക്ക അല്ലെങ്കിൽ ചീര, വെള്ളരിയോ ചിരങ്ങ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പാടത്തുണ്ടാവും കേട്ടോ ഞങ്ങൾക്ക്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറിച്ചു കൊണ്ടുവരാൻ വേണ്ടി കണ്ടിട്ട് പോകും. അങ്ങനെ ചോറക്കട മുഴുവൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ പാടത്തുനിന്ന് കൊടുന്ന ചീരയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് അരിഞ്ഞാണ്ട് ഉപ്പേരി വെക്കണം. പിന്നെ മീൻ പച്ചത്താളയാണ് കേട്ടോ മീൻ കിട്ടിയത്. അതവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് പൊരിച്ചെടുക്കും വേണം. അപ്പോൾ ചീര നല്ലോണം നോക്കണം കേട്ടോ. നമ്മൾ മരുന്നൊന്നും അടിച്ചാത്തത് കൊണ്ട് ചിലപ്പോൾ പുഴുവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ പുഴു ഓട്ടത്തിയരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ അരിയാൻ. നല്ല ശരിക്കും നോക്കണം, അല്ലെങ്കിൽ ചെറിയ പച്ച ഇലയല്ല അപ്പോൾ തന്നെ ചെറിയ പച്ച പുഴുക്കളും ഉണ്ടാകലുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം അരിയാൻ. നമ്മൾ മരുന്നടിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. മരുന്നടിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പുഴുവൊന്നും ഓട്ടൊന്നും ഇല്ലാത്ത ഇലയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ വീട്ടാവശ്യത്തിന് അല്ലേന്ന് കരുതിയിട്ടാണ് കേട്ടോ അതൊന്നും നമ്മൾ ചെയ്യാത്തത്. അങ്ങനെ അതാ ചീരയൊക്കെ നോക്കി അരിഞ്ഞ് അതാ ഒരു ഉപ്പേരിക്കുള്ള കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി അവിടെ വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള തേങ്ങയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ ചതച്ച് കണ്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉപ്പേരിക്കുള്ള ഉപ്പേരിയും പിന്നെ ചിരങ്ങ താളിപ്പും ഒപ്പാക്കാമെന്ന് കരുതി കാണേണ്ടത്. ആ ചിരങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിക്ക് കടുക് ഇട്ട് ഒന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ ഉപ്പേരിയും എടുക്കുകയാണ്. അപ്പം കറിവേപ്പില കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കുമ്പോൾ കറിവേപ്പില. പിന്നെ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ആലോചിച്ചത്. അപ്പോൾ കറിവേപ്പില ഫ്രിഡ്ജിൽ പോയി നോക്കുമ്പോൾ കാണാനില്ല. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ അതവിടെ അതിൽ ഒഴിച്ചെടുത്തുകാണ്ട് ഇപ്പോൾ അതാ ഉപ്പേരിക്കുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കുപ്പി മാറ്റിയിട്ടുണ്ട് കേട്ടോ. മറ്റേ കുപ്പി ആകെ ഞെളുങ്ങും ചെയ്തിരിക്കണ്. പിന്നെ ആകെ ആ കുപ്പിമ്മ കൂടെ ഒക്കെ വെളിച്ചെണ്ണ ഒലിക്കണം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും വെളിച്ചെണ്ണ ആകുകയാണ്. അപ്പോൾ ഞാൻ ആ കുപ്പി മാറ്റി വേറെ കുപ്പി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് ഇതാണ് നമ്മൾ അരിഞ്ഞു വെച്ച ചീരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് കാണ്ട് മിക്സാക്കിയിട്ട് അവിടെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ മറ്റേ ഗ്യാസിൽ മീനും കൂടിയും പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. വീഡിയോ ലെങ്ത് ആകും. അപ്പോൾ അടുത്ത എൻ്റെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.